ഇന്ത്യൻ 2 റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശങ്കർ. ഈ സിനിമ ഫസ്റ്റ് അനൗൺസ് ചെയ്ത് അന്ന് മുതൽ നമുക്ക് ഈ സിനിമയിലോടുള്ള ഒരു കാണാനുള്ള ഒരു ആവേശം ഉണ്ടായിരുന്നു. അതിനെന്താണ് കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ എന്ന സിനിമ 96 റിലീസ് ചെയ്ത് ഭയങ്കര ഹിറ്റായി, ഭയങ്കര ക്ലാസിക് കൾട്ട് ഹിറ്റായ സിനിമയാണ്. ശങ്കറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിംസുകളിൽ ഒന്നാണ് ഇന്ത്യനും, അതേപോലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റുകളിൽ ഒന്നാണ് ഇന്ത്യനും. ഒരു 3.5 കോടി രൂപ 96 ചെലവാക്കിയിട്ട് 35 കോടി രൂപ കളക്ഷൻ നേടിയ സിനിമയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ നമുക്കറിയാം, സേനാപതി എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഫൈറ്റർ, അയാൾക്ക് നേരിടേണ്ടി വരുന്ന കുറേ അഴിമതിയും അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട സിറ്റുവേഷൻസും അവസ്ഥകളും ഇതൊക്കെ വരുമ്പോൾ അയാൾ തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് ആ സിനിമ. അവസാനം സ്വന്തം മകൻ വരെ കൈക്കൂലിക്ക് വാങ്ങുന്ന ഒരാളായി മാറുന്ന, മകനെ വരെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ, ഹാർഡസ്റ്റ് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സിനിമ. ഈ സിനിമ ഭയങ്കര ഹിറ്റാണ്, കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ 2 എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രതീക്ഷ വരും. അങ്ങനെ ഈ സിനിമ തുടങ്ങിയത് തന്നെ, ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ ഭയങ്കര ഒരു ആശീടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതായത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് നമ്മുടെ നെടുമുടി വേണുചേട്ടൻ, വിവേക്, മനോബാല ഇവരൊക്കെ മരിച്ചത്. അത് മാത്രമല്ല, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് ഒരു ക്രെയിൻ്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ 1-2 ടെക്നീഷ്യന്മാരൊക്കെ മരിക്കണ്ടായിരുന്നു. അന്ന് മുതലേ ഈ സിനിമ ഒരു സത്യം പറഞ്ഞ ഒരു അപശകനം പോലത്തെ പിടിച്ച അവസ്ഥയാണ്. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ ഇവർക്കൊക്കെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടുകാർക്ക് സന്തോഷം വരുന്ന രീതിയിൽ ഈ പടം ഹിറ്റാവും, നല്ലൊരു സിനിമയാവുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ സിനിമ ജൂലൈ 12 റിലീസ് ചെയ്തു. അപ്പോൾ 6 മണി തൊട്ട് രാവിലെ ഷോ ഉണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ 6 മണി തൊട്ട് ഷോ ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 6 മണിക്ക് രാവിലെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, 6 മണിക്ക് തൊട്ട് പോകാനില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല ട്രെയിലറൊക്കെ കണ്ടിട്ട് അത്ര വലിയ സംഭവം ഉണ്ടാവും എന്നുള്ളത്. എനിക്ക് ഒരു ആവറേജ് പടയ്ക്ക് ഉണ്ടാവും, എന്തായാലും അട്ടർ ഫ്ലോപ്പ് ആവാനുള്ള ദുരന്തമാവാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മണിയുടെ ഷോ ക്യാൻസൽ ചെയ്തിട്ട് 9:45 ഷോയ്ക്ക് രാവിലെ പോയി തൃശ്ശൂർ രാഗത്തില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം വിട്ടിറങ്ങിയപ്പോൾ ആ 6 മണിക്ക് എനിക്ക് പോവാതിരുന്നതിന് എന്താ പറയാ, ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം അത്ര മാത്രം ഡിസപ്പോയിന്റ്മെന്റ് തരുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്ത്യൻ 2. കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ പടം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് റിവ്യൂസ് റിപ്പോർട്ട്സുകളൊക്കെ പോയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫസ്റ്റ് പാർട്ടിനെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ പേര് കളയുന്ന രീതിയിൽ സെക്കൻഡ് പാർട്ട് എടുത്ത് കൊളാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ശങ്കറണ്ണൻ. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിന് നമുക്കറിയാം, ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയുന്ന വാക്കിനെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ശങ്കർ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. കാരണം മണിരത്നം ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ വേറെ അതിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ശങ്കർ സിനിമ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽ 90s കിഡ്സിന് പ്രത്യേകിച്ച് ഓർമ്മ വരും എങ്ങനെയാണെന്നുള്ളത്. ശങ്കറിന്റെ പടങ്ങൾ ഇപ്പം അന്യനാണെങ്കിലും ശരി, ജെന്റിൽമെൻ ആണെങ്കിലും ശരി, ഈ പറയുന്ന ഇന്ദിരനാണെങ്കിലും ശരി, ശിവാജി ആണെങ്കിലും ശരി, അങ്ങനെ കുറെ സിനിമകൾ, ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞാൽ ശങ്കർ തന്നെയാണ്. അപ്പൊ ആ ശങ്കർ 2.0 മുതൽ ചെറിയൊരു ട്രാക്ക് വീഴ്ചയിലാണ്. അതായത് പടങ്ങൾ നന്നാവുന്നില്ല, പിന്നെ ആളുടെ അസിസ്റ്റന്റ് ആയിരുന്ന ആൾക്കാർ വക ആൾക്ക് മേലെ കയറി നിൽക്കുന്ന അവസ്ഥ, 2, 3, 4 പടം ചെയ്തവർ വരെ അവർക്ക് മേലെ നിൽക്കുന്ന അവസ്ഥ. ഈ ലെവലിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ പുള്ളി എന്തായാലും ഒരു അപ്രോളപ്പെട്ടിട്ട് ഓടിച്ചെയ്ത പടാന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ 2. ഇന്ത്യൻ 2ന്റെ സ്ക്രിപ്റ്റ് ശങ്കർ എഴുതിയതാണ്. സ്ക്രിപ്റ്റ് ഡയലോഗ്സ് ഒക്കെ വേറെ 3 പേരും കൂടി ഉണ്ട്. ഈ ശങ്കറിന്റെ ഏറ്റവും രാശിയുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞ സുജാത എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. പുള്ളി 2008 മരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഒക്കെ ഡയലോഗ്സ് എഴുതിയിട്ടുള്ള സുജാതയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സുകളും. ഇത്രയും മോശം സ്ക്രീൻ പ്ലേ ഒരു വലിയ സിനിമയിൽ, തമിഴ് സിനിമയിൽ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം, അതായത് ഈ സിനിമ 3 മണിക്കൂർ ടൈം ഉണ്ട്. നമ്മൾ ആലോചിക്കണം, 3 മണിക്കൂർ സിനിമയിൽ 1.5 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്, 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ്. ഒരേ ഒരു സീൻ പോലും നമ്മളെ ഒരു വാവ് എന്ന് പറയുന്ന സീൻ ഈ പടത്തിലില്ല. ആകെ ഒരു രസം തോന്നിയ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനിലെ ഒരു BGM ഇടുന്നുണ്ട്. ആ ഒരു സീൻ മാത്രം ഒരു രസമായിട്ട് തോന്നിയത്, അതും നിസ്സാര സെക്കൻഡുകൾ. വേറെ ഒരു തരത്തിലുമുള്ള സീൻ ഈ പടത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയാ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം അത്രമാത്രം മോശം, അത്രമാത്രം വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കുറെ കാശുണ്ട്. ശങ്കർ വന്ന് ഇന്ത്യൻ 2 പറഞ്ഞപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് വിചാരിച്ചു ഇതിനേക്കാളും വലിയ പടമാവുന്നു. സോ എന്തായാലും കമലഹാസനുണ്ട്, വിക്രമൊക്കെ കഴിഞ്ഞ് കമലഹാസൻ റേഞ്ചിൽ നിൽക്കണം. എന്ന കാശിട്ടുകൊണ്ട് പടയ്ക്കാന്നുള്ള ലെവലിൽ വെറുതെ പൈസ ഇട്ടിട്ട് ചുമ്മാ എഴുതി കൂട്ടിയിട്ട് തട്ടിക്കൂട്ടി സ്ക്രിപ്റ്റ് വെച്ച് ചെയ്തൊരു പടം, അതാണ് ഇന്ത്യൻ 2. ഞാനീ പറയണത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ പടത്തിന് മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു പോയൊരു കാര്യം, അതായത് ഞാൻ ശരിക്കും ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. AR റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ അതൊരു ലെജൻഡ് തന്നെയാണെന്നുള്ള ഒന്നും കൂടി ശരിക്കും നമുക്ക് ഈ പടം മനസ്സിലാവും. അനിരുദ്ധൊന്നും ഒരു കാര്യമില്ല. ശങ്കറിന്റെ
ശങ്കറിന്റെ വലങ്കൈ അല്ലെങ്കിൽ ശങ്കറിനെ പറ്റിയത് റഹ്മാൻ തന്നെയാണെന്നുള്ളത് ഈ സിനിമ മനസ്സിലാവും. ഒരു തരത്തിൽ പോലും BGMകളോ മ്യൂസിക്കലോ കാര്യങ്ങളോ ഒന്നും പടത്തിനെ അങ്ങോട്ട് എലിവേറ്റ് ചെയ്ത് നിർത്താൻ അനിരുദ്ധിന്റെ വർക്ക് കൊണ്ട് കഴിയുന്നില്ല. ടോട്ടലി ഡിസപ്പോയിന്റ്. അനിരുദ്ധ അടുത്ത കാലത്ത് ഇത്രയും മോശം വർക്ക് ഒരു പടത്തിലും വന്നിട്ടില്ല. ഈവൻ ഇപ്പൊ വരാൻ പോകുന്ന ദേവരാന്റെ ഫിയർ സോങ് വരെ സംഭവം തന്റെ മുന്നത്തെ പടങ്ങളൊക്കെ ആയിട്ട് സാമ്യം ഉണ്ടെങ്കിലും അത് രസമുണ്ട്. പക്ഷെ ഇതിലും ഒരു കാര്യമില്ല. സിദ്ധാർത്ഥ് കുറെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ അഭിനയിക്കുന്നതിനുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും പടത്തിൽ ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം. അതായത് ഇമോഷണലി ഒരു തരത്തിൽ പോലും നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഒന്നും പടം കാണും. ഫസ്റ്റ് ഹാഫ് ആയ ബാബുവ മൂത്രമൊഴിച്ച് വന്ന് ചായ പിടിച്ച് വന്നിരിക്കുക, സെക്കൻഡ് ഹാഫ് ആയ പടം കഴിയുന്നില്ലേ. ഇതാണ് ഈ പടം. ഒരു തരത്തിൽ പോലും നമ്മളെ തൃപ്തിപ്പെടുത്താനോ ഒരു തരത്തിൽ പോലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനോ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഴിയുന്നില്ല. അത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടാണ്. SJ സൂര്യയുടെ ക്യാരക്ടറൊക്കെ നിസ്സാര ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ 3-ാം ഭാഗത്തിന്റെ ട്രെയിലറൊക്കെ ഒരു പടത്തിന്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. 3-ാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൽ ചില ക്ലിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതല്ല, ഈ ഇന്ത്യൻ താത്ത എന്ന് പറയുന്ന സേനാപതി 96 തന്നെ പുള്ളിക്ക് നല്ല വയസ്സുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി ശങ്കർ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഇന്ത്യനിലെ കഥാപാത്രത്തിനെ മാത്രമാക്കി എടുത്തതാന്ന്. പക്ഷെ പുള്ളി ആ ഒരു സൂപ്പർ ഹീറോ ഒന്നല്ലല്ലോ. പുള്ളി എവിടെയും കയറി ചെന്ന് ആക്സസ് ഉണ്ട് പുള്ളിക്ക്. ആക്സസ് എന്ന് വെച്ചാൽ എല്ലാവരും ഇടിച്ച് നിലപരിശാക്കിയിട്ട് എല്ലാവരും കൊന്നിട്ട് സിമ്പിളായിട്ട്. രണ്ടാമത്തെ ഒരാളെ കൊല്ലണമൊക്കെ ഉണ്ട്, ഒരു സ്വർണത്തിന്റെ വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ. ആൾക്കാരും ഈ താത്തനെ കാണുന്നില്ല എന്നുള്ളതാണ്. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല സിനിമയിൽ. ലോജിക്ക് നോക്കാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ ഒരു തരത്തിൽ പോലും ലോജിക്ക് നമുക്ക് ഇല്ലാത്തൊരു സിനിമയായിട്ട് മാറാണ് ഇന്ത്യൻ 2. എൻ്റെ കൂട്ടുകാരൻ സെക്കൻഡ് ഷോയ്ക്ക് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ ആകെയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നെടുമുടി വേണുചേട്ടനെയും അതേപോലെ തന്നെ വിവേകിനെയും മനോപാലനൊക്കെ അതിൽ കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്. അത് കുഴപ്പമില്ല, ഒരു മെമ്മറബിൾ ആയിട്ട് അങ്ങനെ നിൽക്കും. അതല്ലാതെ ഈ പടം ഒരു കാശിന് കൊള്ളില്ല. കാരണം അത്രമാത്രം മോശം അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുമെടുത്ത സാധനങ്ങൾ ഹിന്ദിക്കാർക്ക് മീൻസ് നോർത്ത് ഓഡിയൻസിന് ഇഷ്ടപ്പെടാറുണ്ട്. അതൊക്കെയാണ് ജവാൻ അവിടെ വർക്കൗട്ട് ചെയ്താ. പക്ഷെ നോർത്ത് ബെൽറ്റിൽ പോലും ഈ സിനിമയ്ക്ക് സ്വീകാര്യതയില്ല. അവിടുത്തെ മെയിൻ ഫിലിം ജേർണലിസ്റ്റ് ആയിട്ടുള്ള തരണാദർശ് വരെ 1.5 റേറ്റിംഗ് കൊടുത്താണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ ടോട്ടലി പറഞ്ഞു വരികയാണെങ്കിൽ ശങ്കർ ഇന്ത്യൻ 2 ഈസ് വെരി വെരി ഡിസപ്പോയിൻമെന്റ് മൂവി. ഒരു തരത്തിൽ പോലും. ഇനിയിപ്പോൾ 3 ഇതിൻ്റെയൊക്കെ ക്ഷീണം മാറ്റോ, ഇനി എന്തിനാണ് 3 എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് ഇത് ഇന്ത്യനുള്ള താത്തിയായിട്ടല്ല എനിക്ക് തോന്നിയത്. ഇത് ശരിക്കും അന്യന്റെ 2ാം ഭാഗമായിട്ട് വേണമെങ്കിൽ എടുക്കായിരുന്നു. ഇന്ത്യനെ മൊത്തം ഒരു വയസ്സായിട്ടൊരു മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഇന്ത്യ മൊത്തം കറപ്റ്റഡ് അല്ലാതെ ആക്കിയെടുക്കാൻ എങ്ങനെ പറ്റും പുള്ളിക്ക്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അന്യനാണെന്നുണ്ടെങ്കിൽ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ക്രൂരമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറെ കൊലകൾ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പേടിച്ച് നല്ല രീതിയിൽ നടക്കുന്നേക്കാം. ഈ വയസ്സായിട്ടുള്ള താത്തനെ വെച്ചിട്ട് ഏറ്റവും കോമഡി താത്തയുടെ മർമ്മങ്ങളാ. ചില മർമ്മങ്ങളുണ്ട്, കുതിരയായിട്ട് പോവുക, പാട്ടി പാടി മരിക്കുക, അതൊക്കെ അക്രമ സാധനങ്ങൾ ഇങ്ങനെയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ പടം കണ്ടുപോകുക. ചിലപ്പോൾ കാണുന്നവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ 90% പേർക്കും പടം ഈ അഭിപ്രായം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശങ്കർജി ഇനി ഗെയിം ചേഞ്ചർ ഉണ്ട് വരാനായിട്ട്. പാവം രാംചരൺ ഇപ്പോൾ പേടിക്കണ്ടാവും, എന്തോ അതാണോ എന്നുള്ളത്. പക്ഷെ പേടിക്കണ്ട, അത് കാർത്തിക് സുബ്രാജിന്റെ സ്ക്രിപ്റ്റാണ്. മേക്കിംഗ് വൈസ് ഒന്നും ശങ്കർ ഈ ഇന്ത്യൻ 2 വലിയ കുഴപ്പമില്ല, സ്ക്രിപ്റ്റാണ് വീക്ക്. അപ്പോൾ കാർത്തിക് സുബ്രാജിന്റെ സ്ക്രിപ്റ്റാണ് ഗെയിം ചേഞ്ചർ. വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വയ്ക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.